അഹമ്മദാബാദിലെ മൂന്നാമത്തെ ദിവസം. ഇന്നത്തെ കാഴ്ചകൾ കാണാനിറങ്ങി. രാവിലെ 9:06 സമയം. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ മഹാന്റെ മസാറിന്റെ പരിസരത്തേക്കാണ് ലൊക്കേഷൻ ഇട്ട് നടക്കുന്നത്. തീൻ ദർവാസയുടെ അടുത്ത് നിന്ന് ഇടത്തെ റോട്ടിലേക്ക് തിരിഞ്ഞപ്പോൾ കണ്ട കാഴ്ച എന്നെ ഞെട്ടിച്ചു. ഇന്നലെ രാത്രിയും ഞാൻ ഇതിലൂടെ പോയതാണ്. പക്ഷേ ഇങ്ങനൊരു മീൻ മാർക്കറ്റ് ഇവിടെ കണ്ടിരുന്നില്ല. ഒരാളോട് കാര്യം അന്വേഷിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് ദിവസവും രാവിലെ 11 മണി വരെ മാത്രമാണ് ഈ മീൻ മാർക്കറ്റ് ഉണ്ടാവുക. പലതരം മീനുകളുണ്ട്. കടൽ മത്സ്യവും വളർത്തു മത്സ്യവും. ചൂടുള്ള മീൻ കച്ചവടത്തിനോടൊപ്പം ചൂടോടെ ചായയും. മാർക്കറ്റും അതിലേക്കുള്ള ജനങ്ങളും അതിനിടയിലൂടെയുള്ള വാഹനങ്ങളുമായി സജീവമായിരിക്കുകയാണ് ഇവിടെ. മീൻ മാർക്കറ്റും കഴിഞ്ഞ് മുമ്പോട്ട് ഈ വഴി വരാൻ ഒരു കാരണമുണ്ട്. ഇന്നലെ രാത്രി ഇതിലെ വന്നപ്പോഴാണ് ഒരാളെ കണ്ടത്. ഇന്ന് അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഈ വഴി. ഇവരാണ് ഞാൻ പറഞ്ഞയാൾ. ഇന്നലെ സിയാറത്തും കഴിഞ്ഞ് പോയപ്പോൾ ആ തണുപ്പത്ത് കയ്യിലുള്ള തട്ടം കൊണ്ട് പുതച്ചു മൂടി കിടക്കുന്നുണ്ടായിരുന്നു. ഉറങ്ങുകയായിരുന്നതുകൊണ്ട് അപ്പോൾ ശല്യം ചെയ്തില്ല. കുറച്ചു നേരം സംസാരിച്ചു. ആരുമില്ല എന്നാണ് പറഞ്ഞത്. കയ്യിലുള്ള കുറച്ച് ക്യാഷ് കൊടുത്തപ്പോൾ വലിയ സന്തോഷം. രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് കുറേയായി എന്ന് പറഞ്ഞു. എത്ര പാവങ്ങൾ. കുറച്ചുകൂടെ നടന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. ഇവിടുന്ന് തന്നെ ഉണ്ടാക്കി വിൽക്കുന്നതാണ് ഇവയെല്ലാം. രാവിലെ ഷോപ്പ് തുറക്കുന്നേയുള്ളൂ. ഉണ്ടാക്കി വെച്ച കൊട്ടകളെല്ലാം പുറത്തെടുക്കുകയാണ്. കുറച്ചു നേരം കാത്തുനിന്നാൽ ഇത് നിർമ്മിക്കുന്നത് കൂടി വീഡിയോ എടുക്കാമെന്ന് എന്നോട് പറഞ്ഞു. എത്ര നല്ല മനുഷ്യർ. എനിക്ക് പക്ഷേ സമയം കുറവാണ്. ഇന്ന് അഹമ്മദാബാദ് വിടും. അതിനു മുമ്പ് കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്. കുറച്ചുകൂടെ നടന്നപ്പോൾ മക്കാമിന്റെ പരിസരത്തെത്തി. ഹസ്രത്ത് പീർ മുഹമ്മദ് ഷാ എന്നവരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഔറംഗസീബിന്റെ ഭരണകാലത്ത് ജീവിച്ച ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള പണ്ഡിതനാണ് ഇവർ. ഇവിടുത്തെ ലൈബ്രറിയും പ്രശസ്തമാണ്. മസാറിന്റെ തൊട്ടടുത്തായി ഒരു പള്ളിയുണ്ട്. ഇവിടുന്നാണ് ഇന്നലെ മഗ്രിബും ഇശാവും നിസ്കരിച്ചത്. ഈ പള്ളിയിലെ വുദൂഖാനയും പ്രത്യേക ആകൃതിയിലാണ്. നടുവിലേക്ക് നടന്നു ചെല്ലാനും നിൽക്കുവാനുമുള്ള സൗകര്യമുണ്ട്. അഹമ്മദാബാദിലെ പഴയ പള്ളികളിലെ വുദൂഖാനകളെല്ലാം ആകർഷണീയവും ഓരോന്നും വ്യത്യസ്തവുമാണ്. നിസ്കാരത്തിന്റെ സമയമല്ലാത്തതുകൊണ്ട് പള്ളിയുടെ പ്രധാന ഭാഗം അടച്ചിട്ടിരിക്കുകയാണ്. ക്ലീനിങ്ങും നടക്കുന്നുണ്ട്. അവിടുന്ന് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ചു. ഇനി അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് കുറച്ചധികം യാത്ര ചെയ്യാനുണ്ട്. മീറ്ററിനനുസരിച്ച് കാശ് നോക്കാമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. 1 കിലോമീറ്ററിന് 10 മുതൽ 12 വരെ രൂപയാണ് ഈടാക്കുന്നത് എന്നും ഇദ്ദേഹം പറഞ്ഞു. ഇന്നലെ കണ്ട അടൽ ബ്രിഡ്ജാണ് അങ്ങ് ദൂരെ കാണുന്നത്. ബൈക്കിന്റെ പാർട്സ് ഡൽഹിയിൽ നിന്ന് ഇറക്കി ഓരോ കടകളിലേക്കും എത്തിക്കുന്ന ജോലിയും ഈ ഓട്ടോ ഡ്രൈവർക്കുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അതിന് ലീവാണ്. അപ്പോൾ ഓട്ടോയുമായി ഇറങ്ങിയതാണ്. അങ്ങനെ ലക്ഷ്യസ്ഥാനത്തെത്തി. സർഖേജ് റോസ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഒരു കാലത്ത് സൂഫികളുടെ ഒരു കേന്ദ്രമായിരുന്നു ഇവിടെ. ഇന്നിവിടെ പ്രശസ്ത സൂഫി വര്യർ അഹമ്മദ് ഷെയ്ഖ് ഗഞ്ച് ബക്ഷ് ഖാട്ടു എന്നവരുടെ മക്കാമും ഗുജറാത്ത് സൽത്തനത്തിലെ 3 രാജാക്കന്മാരുടെ ഖബറും മറ്റു മഹാന്മാരുടെ ഖമറും പ്രശസ്തമായൊരു പള്ളിയുമാണുള്ളത്. ഇതാണ് ഗഞ്ച് ബക്ഷ് റഹ്മത്തുല്ലാഹി അലൈഹിയുടെ മക്കാം. സുൽത്താൻ അഹമ്മദ് ഷായുടെ സുഹൃത്തും ഉപദേശകനുമായിരുന്നു ഇദ്ദേഹം. 1338 ഡൽഹിയിലാണ് ജനനം. മലിക് നസ്രുദ്ദീൻ എന്നാണ് യഥാർത്ഥ പേര്. 111 വർഷമാണ് മഹാൻ ജീവിച്ചത്. വലിയ കറാമത്തിന്റെ ഉടമയാണ്. മഹാന്റെ മരണത്തിന് ശേഷം 1445 ഈ മുസോളിയം ഉണ്ടാക്കാൻ മുഹമ്മദ് ഷാ ഓർഡർ ഇടുന്നത്. 1451 മുഹമ്മദ് ഷായുടെ പിൻഗാമി കുത്തുബുദ്ദീൻ അഹമ്മദ് ഷായാണ് ഇതിന്റെ പണി പൂർത്തിയാക്കുന്നത്. മസാറിന്റെ തൊട്ടടുത്തായി മനോഹരമായൊരു പള്ളിയുണ്ട്. സുൽത്താൻ മഹ്മൂദ് ഷാ രണ്ടാമൻ നിർമ്മാണം ആരംഭിച്ച് സുൽത്താൻ കുത്തുബുദ്ദീൻ അഹമ്മദ് ഷാ പണി പൂർത്തിയാക്കിയതാണ് ഈ പള്ളി. ആദ്യത്തെ എപ്പിസോഡിൽ കണ്ട ജമാ മസ്ജിദിനോട് സാമ്യമുള്ള പള്ളിയാണിത്. വിശാലമായ നടുമുറ്റവും പടിഞ്ഞാറ് ഭാഗത്ത് തൂണുകളാൽ നിറഞ്ഞ പള്ളിയുടെ പ്രധാന ഭാഗവും. ഇത് പക്ഷേ പിന്നീട് പെയിന്റ് അടിച്ചിട്ടുണ്ട്. പഴമ നഷ്ടപ്പെട്ടു എന്ന് പറയാം. ഇവിടുത്തെ മറ്റൊരാകർഷണമാണ് ഈ പള്ളിയിലെ വുസൂഖാന. ഈ വിശാലമായി കിടക്കുന്ന സ്ഥലമാണത്. ഇന്ന് കുട്ടികൾ പന്ത് കളിക്കുന്നു. ഇതൊരു ചെറിയ ടാങ്ക് ആയിരുന്നു. പിന്നീട് വന്ന രാജാവാണ് ഇത് വിപുലമാക്കി പണിതത്. ഇതിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയമുണ്ടായിരുന്നു. വുളു എടുക്കുന്നതിന് പുറമെ വെള്ളത്തിന്റെ ശേഖരവുമായിരുന്നു ഇത്. ചെറിയൊരു മ്യൂസിയവും ഇവിടെയുണ്ട്. ഓരോ ചരിത്രവും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അന്നത്തെ ഒരു കിണറും കാണാം. ഇവിടെയാണ് ഗുജറാത്ത് സൽത്തനത്തിലെ സുൽത്താൻ മഹ്മൂദ് ഷാ ബഗഡ, സുൽത്താൻ മുസഫർ ഷാ രണ്ടാമൻ, സുൽത്താൻ മഹ്മൂദ് ഷാ മൂന്നാമൻ എന്നിവരുടെയൊക്കെ ഖബറുള്ളത്. സിയാറത്തും കാഴ്ചകളെല്ലാം കണ്ട് അവിടുന്ന് ഇറങ്ങി. സമയം 11 മണി. ഇനി നേരെ റൂമിലേക്ക് പോകണം. ഉച്ചക്കാണ് ട്രെയിൻ. ഓട്ടോ പിടിച്ച് യാത്ര തുടങ്ങി. ഇങ്ങോട്ട് 150 രൂപയായിരുന്നു എന്നോട് വാങ്ങിയത്. അങ്ങോട്ടും 150 രൂപയാണ് ഇദ്ദേഹം പറഞ്ഞത്. ബ്ലോക്കിൽ വണ്ടി നിർത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇങ്ങനെ എത്ര മനുഷ്യർ. ജീവനുണ്ടായിട്ടും മരിച്ചതുപോലെ ജീവിക്കുന്നവർ. എവിടെയോ താളം തെറ്റിയതാണ്. ആർക്കും ഇങ്ങനെ സംഭവിക്കാം.
എന്നാൽ ചിലർ മദ്യത്തിന്റെ ലഹരിയിലും കാണാം. റൂമിന്റെ അടുത്തെത്തി. എന്തെങ്കിലും കഴിക്കണം. രാവിലെയും ഒന്നും കഴിച്ചിട്ടില്ല. സമൂസയും കബാബും തന്നെയാക്കി. ഡോർമെട്രിയിലെ 2 പൂച്ചകളാണ് ഇവർ. ഇതാണ് 3 ദിവസമായി ഞാൻ താമസിക്കുന്ന ഡോർമെട്രി. 450 രൂപയാണ് ഒരു ദിവസത്തേക്ക്. AC ഡോർമെട്രിയാണ്. ഒരു ബെഡ് സ്പേസ് ആണ് ഉണ്ടാവുക. പിന്നെ വാഷ്റൂമും. അത്യാവശ്യം വൃത്തിയുണ്ട് എല്ലാത്തിനും. സമയം 1:07. റൂമിൽ നിന്ന് ഫ്രഷായി ഇറങ്ങി. ഇനി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. രാജസ്ഥാനിലെ ഉദയ്പൂരിലേക്കാണ് ഇനി യാത്ര. യൂബർ ബൈക്ക് ബുക്ക് ചെയ്തു. 2:25-നാണ് ട്രെയിൻ. പക്ഷേ ഈ സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് നേരത്തെ വന്നിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത്. ടാക്സി വന്ന് യാത്ര തുടങ്ങി. അഹമ്മദാബാദിലെ തന്നെ അസർവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ. ഈ ബൈക്ക് ടാക്സിക്കാരനും പേയ്മെന്റ് ക്യാഷ് ആയി തരുമോ എന്ന് ചോദിച്ചു. ചില്ലറ ഇല്ലാത്തതിനാൽ ട്രിപ്പ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓൺലൈൻ പേയ്മെന്റ് സെലക്ട് ചെയ്തിരുന്നു. അത് ഇനി ട്രിപ്പിനിടയിൽ മാറ്റാൻ കഴിയുകയില്ല. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. സ്റ്റേഷന്റെ അകത്ത് കയറി. ആ കാണുന്ന ട്രെയിനാണ് എനിക്ക് പോവാനുള്ളത്. വിചാരിച്ച പോലെ തന്നെ സ്റ്റേഷനിൽ നേരത്തെ നിർത്തിയിട്ടിട്ടുണ്ട്. സീറ്റ് നമ്പർ 40-ലെ സൈഡ് അപ്പർ സീറ്റാണ് എന്റേത്. 2:25-ന് ട്രെയിൻ എടുത്തു. രാത്രി 7:55-നാണ് ഉദയ്പൂർ എത്തുക. മുകളിലത്തെ സീറ്റായതുകൊണ്ട് പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ കഴിയുന്നില്ല. വൈകുന്നേരം 5:30 ആയപ്പോൾ ഡോറിന്റെ ഭാഗത്ത് പോയി കാഴ്ചകൾ കാണാമെന്ന് കരുതി. പ്രത്യേകിച്ചൊന്നുമില്ല. സമയം രാത്രി 7:53. ഉദയ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി. അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഉദയ്പൂർ. അഹമ്മദാബാദിൽ നിന്ന് ഉദയ്പൂർ എത്തുന്നത് വരെ ഇത്ര വലിയ മറ്റു സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നില്ല. സ്റ്റേഷന്റെ പുറത്തേക്ക് നീണ്ട വഴിയിലൂടെ പോകേണ്ടത്. സ്റ്റേഷന് പുറത്തും നല്ല തിരക്കാണ്. സ്റ്റേഷന്റെ കവാടമാണ് ഇത്. ഇവിടെ ഒരു ഡോർമെട്രി നോക്കി വെച്ചിരുന്നു. അങ്ങോട്ടുള്ള ബൈക്ക് ടാക്സി ബുക്ക് ചെയ്ത് കവാടത്തിന്റെ പുറത്ത് കാത്തു നിന്നു. ബോയിൽഡ് എഗ്ഗ് വിൽക്കുന്ന ഒരു കടയുണ്ട് സമീപത്ത്. 25 രൂപയ്ക്ക് 2 മുട്ടയാണ് ലഭിക്കുക. ഇന്ന് ഉച്ചക്ക് സമൂസയും കബാബും കഴിച്ചതാണ്. വഴിയിൽ വലിയ സ്റ്റേഷനുകൾ ഇല്ലാത്തതുകൊണ്ട് ഭക്ഷണമൊന്നും കിട്ടിയിരുന്നില്ല. ട്രെയിനിൽ പാൻട്രി സർവീസും ഇല്ലായിരുന്നു. മുട്ടയും കഴിച്ച് റൂമിലേക്ക് യാത്ര ആരംഭിച്ചു. ഉദയ്പൂരിന്റെ പഴയ സിറ്റിയുടെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇടുങ്ങിയ റോഡുകളാണ്. റോഡ് ചെറുതാണെങ്കിലും വാഹനത്തിന് കുറവൊന്നുമില്ല. നോക്കിവെച്ച് ഡോർമെട്രിയിലെത്തി. ബെഡ് സ്പേസും മറ്റുമെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു പ്രശ്നം. മുകളിലെ റെസ്റ്റോറന്റ് ആണ് ഇത്. അതിലെ വാഷ്റൂമാണ് ഉപയോഗിക്കേണ്ടത്. അത് നോക്കിയപ്പോൾ ഒരു വൃത്തിയുമില്ല. സ്റ്റേ ഇവിടെ വേണ്ട എന്ന് തീരുമാനിച്ചു. ഡിന്നർ കഴിക്കാൻ മറ്റൊരു റെസ്റ്റോറന്റിൽ കയറി. ചപ്പാത്തിയും മുട്ട കൊണ്ടുണ്ടാക്കിയ ഒരു സബ്ജിയും പ്യാസുമാണ് ഭക്ഷണം. ഭക്ഷണം കഴിക്കുന്നതിനിടെ ഇവിടെ റൂം സൗകര്യമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് നാളെ 9 മണി വരെ മതി എന്നും പറഞ്ഞു. റൂമുണ്ട്, പക്ഷെ വേക്കൻസി ഉണ്ടോ എന്ന് മാനേജറോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ മാനേജർ വന്നു. ഇന്ന് ചെക്കൗട്ടായ ഒരു റൂമുണ്ട്, അത് ക്ലീൻ ആക്കിയിട്ട് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. വലിയ റൂമിനുള്ള പേയ്മെന്റ് തരാനില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് ചോദിച്ചു. 500 രൂപയ്ക്ക് കീഴിലുള്ള റൂം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ചതിന് ശേഷം അദ്ദേഹം ഓക്കെ പറഞ്ഞു. സന്തോഷം, എത്ര നല്ല മനുഷ്യർ. റൂം ക്ലീൻ ആക്കി തന്നിട്ട് മാനേജർ പറഞ്ഞു, ഇവിടെ വന്നിട്ട് താമസിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവരുത് എന്ന്. എത്ര നല്ല മനുഷ്യർ. യാത്രക്കിടയിൽ നല്ല മനുഷ്യരെയും ദുഷിച്ച മനുഷ്യരെയും കാണാം. ഇനി നാളെ ഉദയ്പൂരിലെ വിശേഷങ്ങളാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം. ഒരു മിനിറ്റ്. ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം. ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും. ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുമല്ലോ.